ഇരിങ്ങാലക്കുട രൂപത പ്രഥമ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിലിന് ബുധനാഴ്ച യാത്രാമൊഴി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച വിവിധയിടങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. നാട്ടികപ്പള്ളത്ത് ബദിരമുഖ യുവതിയെ പീഡിപ്പിച്ച പ്രതിക്കെതിരെ ജനരോഷം. പ്രതി ബിജുവിനെ കൊണ്ടുപോയ വഴിയിൽ വീട്ടമ്മമാർ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിച്ചു. സ്ത്രീകളിൽ ഒരാൾ പ്രതിയെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കരണത്തടിച്ചു. തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിലെ മൂപ്പൻ ശിവനേശനെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. കരുവന്നൂരിലെ മോട്ടോർ ഷെഡിൽ നിന്ന് 1.5 ലക്ഷം വില വരുന്ന ചെമ്പ് കമ്പി മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. 88 വർഷം പഴക്കമുള്ള കയ്പമംഗലം വെസ്റ്റ് LP സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും രംഗത്ത്. വാർത്തകൾ വിശദമായി. കാലം ചെയ്ത മാർ ജെയിംസ് പഴയാറ്റിലിന്റെ കബറടക്ക ശുശ്രൂഷകൾക്ക് ഒരുക്കം പൂർത്തിയായി. സീറോ മലബാർ സഭ മേലധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കബറടക്ക ശുശ്രൂഷകൾ നടക്കും. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ശുശ്രൂഷകൾ ആരംഭിക്കും. CBCI പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലിമീസ് ബാവ, തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, ചിക്കാഗോ സഹായമെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് തുടങ്ങിയവർ ശുശ്രൂഷകളിൽ പങ്കെടുക്കും. 350ഓളം വൈദികരും സംസ്കാര ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിക്കും. ഖബറടക്ക ശുശ്രൂഷയുടെ ഭാഗമായി ദിവ്യബലിയും നഗരി കാണിക്കലും ഉണ്ടാകും. തുടർന്നായിരിക്കും കത്തീഡ്രൽ ദേവാലയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പേളയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മൃതദേഹം ഖബറടക്കുക. ഖബറടക്കത്തിനു ശേഷം കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം നടക്കും. മാർ ജെയിംസ് പഴയാറ്റിലിനോടുള്ള ആദരസൂചകമായി ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച രൂപതാധ്യക്ഷൻ അവധി പ്രഖ്യാപിച്ചു. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ സൗകര്യാർത്ഥം പ്രത്യേക പന്തൽ കത്തീഡ്രൽ ദേവാലയാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 800ഓളം സന്യസ്തരുൾപ്പെടെ 10,000 പേർ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്നാണ് രൂപത അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ ഇടവക പള്ളികളിലും സ്ഥാപനങ്ങളിലും മാർ ജെയിംസ് പഴയാറ്റിലിനു വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ഒപ്പീസ് ചൊല്ലുകയും വേണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അറിയിച്ചു. മാർ ജെയിംസ് പഴയാറ്റിലിന്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ച ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ചൊവ്വാഴ്ച രാവിലെ 7:30ഓടെ പുറത്തെടുത്തു. പ്രത്യേക പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് ശേഷം ഭൗതിക ശരീരം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി. ചാലക്കുടി ഫൊറോന പള്ളി, പുത്തൻചിറ ഫൊറോന പള്ളി, പുത്തൻചിറ ചെറിയ പള്ളി എന്നിവിടങ്ങളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് ഈസ്റ്റ് പുത്തൻചിറയിലുള്ള പഴയാറ്റിൽ പിതാവിന്റെ സഹോദരൻ ഡോക്ടർ സണ്ണിയുടെ ഭവനത്തിലും ഉച്ചയ്ക്ക് 1 മുതൽ 1:30 വരെ ഇരിങ്ങാലക്കുട രൂപത ഭവനത്തിലും പൊതുദർശനത്തിന് വെച്ചു. 2 മുതൽ 3:30 വരെ ബിഷപ്പ് വാർദ്ധക്യകാലത്ത് താമസിച്ചിരുന്ന മൈനർ സെമിനാരിയിലും പൊതുദർശനത്തിന് വെച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈപാക്യം, കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി, ഓർത്തഡോക്സ് സഭ എറണാകുളം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ഐറിനോക്സ്, മുൻ MP PC തോമസ്, DCC പ്രസിഡന്റ് PA മാധവൻ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. മാർ പഴയാറ്റിലിന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. തൃശൂർ ടെലിവിഷനു വേണ്ടി സാരഥികളായ മനോജ് കല്ലാറ്റ്, ജോഷി വടക്കൻ എന്നിവർ ഭൗതിക ശരീരത്തിൽ റെയ്ത്ത് സമർപ്പിച്ചു. തുടർന്ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ പ്രമുഖരടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ പിതാവിന്റെ ഭൗതിക ശരീരം ഒരു നോക്കു കാണാൻ തിങ്ങിക്കൂടി. നിഷ്പക്ഷമതിയായ സഭാതലവനായിരുന്നു മാർ ജെയിംസ് പഴയാറ്റിലെന്ന് CN ജയദേവൻ MP അനുസ്മരിച്ചു. ആത്മീയ കാര്യത്തിലും സഭയുടെ കാര്യങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു പഴയാറ്റിലെന്നും MP പറഞ്ഞു. പഴയാറ്റിൽ പിതാവിനെ തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ അറിയപ്പെട്ടിരുന്നത് നിഷ്പക്ഷമതിയായ ഒരു കത്തോലിക്ക സഭയുടെ മേധാവി എന്നുള്ള നിലയിലാണ്. കാരണം പ്രത്യേകിച്ച് ഞാനൊക്കെ രാഷ്ട്രീയക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള നിലയിൽ ഇത്തരം സഭകളുടെ നേതാക്കളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാറുണ്ട്. അത്തരമൊരു വീക്ഷണത്തിൽ ഞങ്ങൾക്ക് വളരെയധികം നിഷ്പക്ഷമതിയായിട്ട് തോന്നിയ ഒരു പിതാവാണ് പഴയാറ്റിൽ പിതാവ്. മാത്രമല്ല മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വീകാര്യനായിരുന്നു. അത് കത്തോലിക്ക മതത്തിൽ മാത്രമല്ല മറ്റു മതവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു പിതാവായിട്ടാണ് അദ്ദേഹം ഇവിടെ ദീർഘകാലം പ്രവർത്തിച്ചത്. സഭയെയും സമൂഹത്തെയും ഒരുപോലെ കണ്ട വ്യക്തിയായിരുന്നു മാർ ജെയിംസ് പഴയാറ്റിലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അനുസ്മരിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും സുധീരൻ പറഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വിദ്യാർത്ഥിയായി ചെന്ന കാലം മുതലേ അദ്ദേഹവുമായി പരിചയപ്പെടാനും അടുത്ത് ഇടപഴകാനും
അവസരം കിട്ടിയിരുന്നു. അന്ന് സെൻറ് തോമസ് കോളേജ് ഹോസ്റ്റൽ വാർഡനായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. പിതാവും പ്ലാശ്ശേരി അച്ഛനും ഏതാണ്ടൊരു ഇരട്ടകളെ പോലെയാണ്. രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് വരുന്നത്, ക്ലാസ്സിലേക്ക് വരുന്നത്, ഒന്നിച്ച് ഒരുമിച്ച് മടങ്ങുന്നു. രണ്ടുപേരുമായിട്ടും എനിക്ക് വളരെ അടുപ്പമായിരുന്നു. പിന്നീട് പിതാവ് അവിടെ അധ്യാപകനായി ചേർന്നു. മാർ ജെയിംസ് പഴയാറ്റിലിന് ചാലക്കുടിയും സെന്റ് ജെയിംസ് ആശുപത്രിയും നിറമിഴികളോടെ യാത്രാമൊഴി നൽകി. മാർ പഴയാറ്റിലിന് അന്ത്യോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് ജനങ്ങളാണ് ആശുപത്രിയിലെത്തിയത്. ബിഷപ്പിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച സെന്റ് ജെയിംസ് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചതും ചൊവ്വാഴ്ച രാവിലെ പൊതുദർശനത്തിന് വെച്ചതും. രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ, നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, പ്രതിപക്ഷ നേതാവ് വി ഒ പൈലപ്പൻ തുടങ്ങിയ നിരവധി പ്രമുഖരും വ്യക്തികളും പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി മൃതദേഹം ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലേക്ക് കൊണ്ടുപോയി. വികാരി ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, സഹവികാരിമാരായ ഫാദർ ആന്റോ വട്ടോലി, ഫാദർ അലക്സ് പുതുശ്ശേരി എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. മാർ ജെയിംസ് പഴയാറ്റിലിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ബിഷപ്പിന്റെ ഇടവകയായ പുത്തൻചിറ ഫൊറോന പള്ളിയിലും കിഴക്കേ പള്ളിയിലും എത്തിച്ച ഭൗതികദേഹത്തിൽ 100 കണക്കിന് പേരാണ് പുഷ്പാർച്ചന നടത്തിയത്. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA-ക്ക് വേണ്ടി CPI നേതാവ് TN വേണു, മുൻ MP KP ധനപാലൻ, രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കനത്ത മഴയെ അവഗണിച്ച് 100 കണക്കിന് നാട്ടുകാർ ബിഷപ്പിനെ അവസാനമായി കാണാനെത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും അന്ത്യോപചാരം അർപ്പിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. നാട്ടിക പള്ളം ബീച്ചിൽ ബദിരയും മൂകയുമായ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തെളിവെടുപ്പിനിടെ നാട്ടുകാരിയായ യുവതി കരണത്തടിച്ചു. ശക്തമായ പോലീസ് കാവലിൽ തെളിവെടുപ്പ് നടത്തി തിരിച്ചു പോകുന്നതിനിടെ വീട്ടമ്മമാർ പ്രതിയുടെ വീട് വരെ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിച്ചു. പള്ളം ബീച്ചിലെ ബധിരയും മൂകയുമായ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ബീഹാറി ബിജു എന്ന ഉണ്ണിയാരംപുരയ്ക്കൽ ബിജുവിനാണ് കരണത്തടിയേറ്റത്. ചൊവ്വാഴ്ച രാവിലെ വലപ്പാട് CI R രതീഷ് കുമാർ, SI PG മധു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബീഹാറി ബിജുവിനെ പള്ളം ബീച്ചിലെത്തിച്ചത്. പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ് രാവിലെ 9 മണിയോടെ നിരവധി പേർ യുവതിയുടെ വീടിന് സമീപം കാത്തുനിന്നിരുന്നു. 11:30യോടെ 2 ജീപ്പുകളിലായി എത്തിയ പോലീസ് സംഘമാണ് ബീഹാറി ബിജുവിനെ യുവതിയുടെ വീടിന് സമീപത്തേക്ക് കൊണ്ടുവന്നത്. രോഷപ്രകടനം നടത്തരുതെന്ന് പോലീസ് ഇടയ്ക്കിടെ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വീടിന് തെക്ക് ഭാഗത്തെ വേലിക്കരികിലൂടെ കൊണ്ടുവന്ന പ്രതിയെ പൊടുന്നനെ മുന്നോട്ട് വന്ന സമീപവാസിയായ യുവതി കരണത്തടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ സംഭവം പോലീസിനെ പോലും ഞെട്ടിച്ചു. കരണത്തടിച്ചെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകി പിന്തിരിപ്പിക്കുകയായിരുന്നു. വടക്ക് ഭാഗത്തെ വാതിലിലൂടെയാണ് പ്രതിയെ വീടിനകത്തേക്ക് കയറ്റിയത്. യുവതിയെ മുറിയിൽ വെച്ചാണ് പീഡിപ്പിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. 20 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെ തിരിച്ചു കൊണ്ടുപോകുന്നതിനിടെ നാട്ടുകാർ കൂടുതൽ രോഷാകുലരായി. ഏതാനും വീട്ടമ്മമാർ ചാണകവെള്ളവും ചൂലുമായി വഴിയിൽ കാത്തുനിന്നിരുന്നു. ഇതിനിടെ പ്രതിയെ ചെരുപ്പുമാലയണിയിച്ച് ചാണകവെള്ളത്തിൽ മുക്കിയ ചൂലുകൊണ്ടടിക്കാൻ വീട്ടമ്മമാർ മുന്നോട്ട് വന്നെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. നാട്ടുകാർക്കെതിരെ കേസ് എടുക്കുമെന്നറിയിച്ച പോലീസ് സംഘം പ്രതിയെ തന്ത്രപൂർവ്വം ജീപ്പിൽ കയറ്റി പോവുകയും ചെയ്തു. ഇതോടെ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതി ബീഹാർ ബിജുവിന്റെ വീട് വരെ റോഡിൽ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ബീഹാർ ബിജുവിന്റെ വീടിന് മുന്നിൽ പോലീസ് നാട്ടുകാരെ തടഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീടിന്റെ ജനൽച്ചില്ലുകൾ അജ്ഞാതർ എറിഞ്ഞു തകർത്തിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവതിയെ പ്രതി ബീഹാർ ബിജു ക്രൂരമായി പീഡിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ നാട്ടിക ബീച്ച് നാഗദേവതാ ക്ഷേത്രത്തിന് സമീപം ആൾതാമസമില്ലാത്ത ഓലഷെഡിൽ നിന്നാണ് നാട്ടുകാർ പിടികൂടിയത്. വീടിനകത്ത് അലമാരയ്ക്ക് പിറകിൽ ഒളിച്ചു നിന്ന ഇയാൾ നാട്ടുകാരിൽ ഒരാളുടെ ടോർച്ച് എറിഞ്ഞു തകർത്തു. ഇതോടെ രോഷാകുലരായ നാട്ടുകാർ പ്രതിയെ കൈകാര്യം ചെയ്താണ് പോലീസിന് കൈമാറിയത്. അതേസമയം പീഡനത്തിനിരയായ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്. യുവതിക്കും വയോധികയായ അമ്മയ്ക്കും അടിയന്തര സഹായം അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. TCV തൃപ്രയാർ. തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിലെ മൂപ്പൻ ശിവനേശിനെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. തമിഴ്നാട് കടലൂർ കാട്ടുമന്നാർകുടി ഗ്രാമം തെൻപാണ്ടി സ്വദേശി തിരുട്ട് മൂപ്പൻ എന്ന ശിവനേശിനെ ആലത്തൂരിൽ നിന്നാണ് SI AJ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. പറത്തിശ്ശേരി പൈങ്കിളി കായൽ കോൾ കർഷക സമിതിയുടെ കരുവന്നൂർ വലിയ പാലത്തിനടുത്തുള്ള മോട്ടോർ ഷെഡിൽ നിന്ന് 1,50,50,000 രൂപ വില വരുന്ന ചെമ്പ് കമ്പി മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ.
2010 മോഷണക്കേസിൽ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടിയ ശിവനേശൻ ജാമ്യമെടുത്ത് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇരിങ്ങാലക്കുട 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിവനേശനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ശ്രീമൂഷണം എന്ന തിരുട്ടു ഗ്രാമത്തിലെ പ്രധാനിയാണ് പ്രതി. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണത്തിനും പിടിച്ചുപറിക്കും ശിവനേശന്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. കേരളത്തിൽ മഴ തുടങ്ങിയതോടെ തിരുട്ടു ഗ്രാമങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് മോഷണത്തിനായി ഇറങ്ങിയിട്ടുള്ളതായി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തിലെ പ്രധാനിയായ ശിവനേശനെ പിടികൂടാനായതെന്ന് ഇരിങ്ങാലക്കുട CI കെ സുമേഷ് പറഞ്ഞു. പിടികിട്ടാപ്പുള്ളികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ സീനിയർ CPO ഉല്ലാസ് പൂത്തോട്ട്, CPOമാരായ VN പ്രശാന്ത് കുമാർ, PS അനീഷ്, വൈശാഖ് എന്നിവരും ഉണ്ടായിരുന്നു. $88 വർഷം പഴക്കമുള്ള കയ്പമംഗലം വെസ്റ്റ് LP സ്കൂൾ അടച്ചുപൂട്ടാൻ മാനേജ്മെന്റിന്റെ ശ്രമം. പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും രംഗത്ത്. 1928 കാളമുറി പടിഞ്ഞാറ് കണ്ണമ്പറമ്പിൽ കുമാരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കയ്പമംഗലം വെസ്റ്റ് എലിമെന്ററി സ്കൂളാണ് അടച്ചുപൂട്ടാൻ മാനേജർ സർക്കാരിന് അപേക്ഷ നൽകിയത്. പതിറ്റാണ്ട് മുമ്പ് സ്കൂളിലെ അധ്യാപകനായിരുന്ന ഉണ്ണിയും സ്കൂൾ മാനേജറും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അംഗീകാരം നഷ്ടപ്പെടുമായിരുന്ന സ്കൂൾ ക്ഷേമോദയം ട്രസ്റ്റിനെ നടത്തിപ്പിനായി കൈമാറുകയായിരുന്നു. അന്നു മുതൽ ക്ഷേമോദയം സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ട്രസ്റ്റിന്റെ മാനേജറായിരുന്ന കോഴിപ്പറമ്പിൽ വേലായുധന്റെ നിര്യാണത്തെ തുടർന്ന് മകൻ KV മോഹനൻ മാനേജർ സ്ഥാനം ഏറ്റെടുത്തു. ഇദ്ദേഹമാണ് ഇപ്പോൾ സ്കൂൾ പൂട്ടാൻ അപേക്ഷ നൽകിയത്. നിലവിൽ 160 കുട്ടികളും 9 അധ്യാപകരും സ്കൂളിലുണ്ട്. വലപ്പാട് സബ് ജില്ലയിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന 2 സ്കൂളുകളിൽ ഒന്നാണ് കയ്പമംഗലം വെസ്റ്റ് LP സ്കൂൾ. കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള നിർധന കുടുംബങ്ങളുടെ ആശ്രയമായ സ്കൂൾ അടച്ചുപൂട്ടുന്ന നടപടിക്കെതിരെ നാട്ടുകാർ സംരക്ഷണ സമിതി രൂപീകരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PC മനോജ് അധ്യക്ഷത വഹിച്ചു. സംരക്ഷണ സമിതി രക്ഷാധികാരിയായി ET ടൈസൺ MLAയെയും ചെയർമാനായി TV സുരേഷിനെയും കൺവീനറായി KR രാമചന്ദ്രനെയും തെരഞ്ഞെടുത്തു. TCV ന്യൂസ് കയ്പമംഗലം. വെള്ളിക്കുളങ്ങര സർക്കാർ UP സ്കൂളിന് സമീപത്തെ വലിയ തണൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡരികിൽ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്നാണ് 3 വലിയ വാഗമരങ്ങളുള്ളത്. സ്കൂൾ കുട്ടികൾക്കും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് PTA ഭാരവാഹികൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പിനും നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇതേ തുടർന്ന് സോഷ്യൽ ഫോറസ്ട്രി അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഇതുവരെ മരം മുറിച്ചു നീക്കാൻ നടപടിയുണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയായി മാറിയ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉടൻ നടപടിയുണ്ടാകണമെന്ന് സ്കൂൾ പ്രധാനാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന KR ലീല ആവശ്യപ്പെട്ടു. എങ്കക്കാട് മങ്കരയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം. 2.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. മങ്കര കോളനി റോഡിൽ കുറ്റിക്കാടൻ ആന്റണിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന് പുറകിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്താണ് വാതിൽ തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കുന്നതിനായി ബജറ്റിൽ ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ 2 ബജറ്റിലും മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ തുടർ നടപടികൾ യാതൊന്നും ഉണ്ടായില്ല. LDF മന്ത്രിസഭയുടെ ബജറ്റിൽ കലാഭവമണിയുടെ സ്മാരകത്തിന് മാത്രമാണ് പ്രഖ്യാപനമുണ്ടായത്. മണിക്ക് മുമ്പേ മരിച്ച മാള അരവിന്ദനും മാളയിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ LDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഫണ്ട് വിലയിരുത്തുമെന്ന് മാളക്കാർ കരുതിയിരുന്നു. ഇക്കാര്യത്തിൽ നടന്മാരുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹികളും പ്രവർത്തകരും പ്രതികരിക്കാത്തതിനെതിരെ ഫേസ്ബുക്കിൽ നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഓരോ നടന്മാർക്കും ഭാവിയിൽ ഈ അവസ്ഥ ഉണ്ടായേക്കുമെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അമ്മ പ്രസിഡന്റ് കൂടിയായ ഇന്നസെന്റ് MPയുടെ മണ്ഡലത്തിലാണ് മാള അരവിന്ദൻ ജീവിച്ചിരുന്നതെന്നും ചിലർ ഓർമ്മപ്പെടുത്തുന്നു. മാള അരവിന്ദൻ മരിച്ചപ്പോൾ വേദനിച്ച് വീട്ടിലെത്തി വലിയ വാഗ്ദാനങ്ങൾ നൽകിപ്പോയ രാഷ്ട്രീയ നേതാക്കളും സിനിമാ നടന്മാരും സംഘടനാ നേതാക്കളും ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. TCV ന്യൂസ് മാള. മുല്ലശ്ശേരി KLDC കനാലിന്റെ വടക്കേ ബണ്ട് ഇടിയുന്നത് അപകട ഭീഷണിയാകുന്നു. ഇതുമൂലം ബണ്ടിന് മുകളിലൂടെയുള്ള റോഡ് തകർച്ചാ ഭീഷണിയിലാണ്. കനാലിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതിനാൽ റോഡ് ഇടിഞ്ഞാൽ വൻ ദുരന്തമാണുണ്ടാവുക. മണ്ണിടിച്ചിലുള്ള ഭാഗത്ത് പാർശ്വഭിത്തി കെട്ടി ബണ്ട് റോഡ് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പറപ്പൂക്കര പഞ്ചായത്തിൽ മത്സ്യസമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷത്തിലേറെ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പരിധിയിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന മണ്ണെടുത്ത കുഴികളും കുളങ്ങളും മത്സ്യസമൃദ്ധിയിലൂടെ വീണ്ടെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കട്ല, രോഹു, ഗ്രാഫ് കാർപ്പ് തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പഞ്ചായത്തിലെ 73 കർഷകർക്ക് വിതരണം ചെയ്തത്.
ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക ജയൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവൻ, ജലജ തിലകൻ, AN പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ആളൂർ പഞ്ചായത്തിലെ മാള റോഡിലുള്ള റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. ആളൂർ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AR ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട്, മദ്യനിരോധന സമിതി നേതാവ് ജില്ലാ സെക്രട്ടറി ES ജോസഫ്, ജനകീയ സമരവേദി പ്രസിഡന്റ് ലോറൻസ് അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പൊരിങ്ങൽകുത്ത് ഡാം കൂടുതൽ തുറക്കാൻ സാധ്യത. പദ്ധതി പ്രദേശത്ത് തുടർച്ചയായി കനത്ത മഴ ലഭിക്കുന്നതാണ് ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിപ്പിച്ചത്. ഇതേ തുടർന്ന് 2 അടി വെള്ളം ഇപ്പോൾ ഷട്ടറുകളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അളവ് ഉടനെ കൂട്ടുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ മുന്നറിയിപ്പ്. ഡാമിന്റെ ഷട്ടർ തുറന്നതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തു. ഡിവൈഎഫ്ഐ നേതാവ് KK സഞ്ജയന്റെ 9ാം അനുസ്മരണത്തിന്റെ ഭാഗമായി ജില്ലാതല ചിത്രരചന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ തളിക്കുളം മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9-ന് തളിക്കുളം കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മത്സരം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ അധ്യക്ഷനാകും. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ മത്സരമാണ് നടത്തുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കളായ TB ബിനോയ്, PA ഷിഹാബ്, PI സജിത, KB ബിനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ് അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ, TT ശിവദാസ്, AH അക്ബർ എന്നിവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ 15 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. ചേർപ്പ് വെങ്ങിനിശ്ശേരി സായിപ്പ് വീട്ടിൽ മാർട്ടിൻ മകൻ മൃദുലാണ് ചികിത്സാ സഹായം തേടുന്നത്. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃദുൽ. 1 മാസം മുമ്പാണ് ഇരുവൃക്കകളും തകരാറിലായെന്ന് അറിയുന്നത്. തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും അവിടെ നിന്നും എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മകന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വൃക്ക നൽകാൻ മൃദുലിന്റെ അമ്മ തയ്യാറാണ്. എന്നാൽ കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന 6 ലക്ഷം രൂപയോളം ചെലവ് താങ്ങാനുള്ള ശേഷി മൃദുലിന്റെ നിർധന കുടുംബത്തിനില്ല. അച്ഛൻ കൂലിപ്പണി ചെയ്താണ് വീട് പുലർത്തുന്നത്. വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഭീമമായ തുക താങ്ങാൻ കഴിയാത്തതുമൂലം വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. എത്രയും വേഗം വൃക്ക മാറ്റിവെച്ച് മൃദുലിനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ഇതിനായി ഗീതാ ഗോപി MLA രക്ഷാധികാരിയും പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുദീപ് K ജോസഫ് കമ്മിറ്റി ചെയർമാനുമായുള്ള ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മൃദുൽ ചികിത്സാനിധി അക്കൗണ്ട് നമ്പർ 3550036618 സെൻട്രൽ ബാങ്ക് പാലക്കൽ എന്ന വിലാസത്തിലാണ് സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടത്. TCV ന്യൂസ്, ചേർപ്പ്. കോടാലി കടമ്പോട് ALP സ്കൂളിൽ കരനെൽകൃഷി ആരംഭിച്ചു. സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് കരനെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ, പ്രധാനാധ്യാപിക KK ഇന്ദിര, കാർഷിക ക്ലബ്ബ് കൺവീനർ PM ലിഷ എന്നിവർ സംസാരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന കുന്നംകുളം CA VA കൃഷ്ണദാസിന് എരുമപ്പെട്ടി പ്രസ് ഫോറം യാത്രയയപ്പ് നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് കബീർ കടങ്ങോട് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗം VC ബിനോജ്, പ്രസ് ഫോറം സെക്രട്ടറി P സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ .in സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ചെമ്പൂച്ചിറ പൂരം ഫോട്ടോഗ്രാഫി മത്സരത്തിൽ സുനിൽ പുണർക്ക 1ാം സ്ഥാനം നേടി. മനോജ് ചെമ്പൂച്ചിറ, സുരേഷ്, ഐശ്വര്യ എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. മുനിയാട്ടക്കുന്നിൽ സംഘടിപ്പിച്ച മഴപ്പാട്ടുകൂട്ടം പരിപാടിയിൽ സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബരിയ സമ്മാനദാനം നിർവഹിച്ചു. പ്രകാശൻ ഇഞ്ചക്കുണ്ട് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭയുടെ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകനെ മാറ്റുന്ന വിഷയം തർക്കത്തിനിടയാക്കി. BJPയുടെ 7 പേർ സർക്കാർ അഭിഭാഷകനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അജണ്ടയ്ക്ക് അംഗീകാരം നൽകാൻ കഴിയില്ലെന്ന് RMP അംഗങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡറായിരുന്ന അഡ്വക്കേറ്റ് IV പ്രമോദിനെ സർക്കാർ അഭിഭാഷക സ്ഥാനത്തേക്ക് ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. വ്യവസായ ആവശ്യങ്ങൾക്ക് ബഹുനില സമുച്ചയം, പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് ഫ്ളാറ്റ്, തെരുവിൽ അന്തിയുറങ്ങുന്നവർക്ക് ഷെൽട്ടർ എന്നിവയ്ക്ക് സ്ഥലം കണ്ടെത്തുന്നതിനും തീരുമാനിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി.
പതിവ് തെറ്റാതെ ആലിൻപഴം തിന്നാൻ മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷികളായ പച്ചപ്രാവുകൾ അന്തിക്കാട്ടെത്തിയത് നാട്ടുകാരിൽ കൗതുകമുണർത്തി. 50-ലധികം ഗ്രീൻ പീജിയൻ യെല്ലോ ഫുട്ടഡ് ഇനത്തിൽപ്പെട്ട പക്ഷിക്കൂട്ടമാണ് അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ അമ്പലക്കുളക്കരയിലെ പേരാലിലും അരയാലിലുമായി ചേക്കേറിയിരിക്കുന്നത്. അതിരാവിലെയും ഉച്ചയ്ക്കുമാണ് ചുവന്നു തൊടുത്ത പേരാൽപ്പഴം തിന്നാൻ ഈ പക്ഷികൾ എത്തുന്നത്. കേരളീയർ മരതകപ്രാവുകൾ എന്ന് വിളിക്കുന്ന ഇവ രാവിലെ എത്തി പേരാൽപ്പഴം കഴിച്ച് എങ്ങോ പോയി മറയും. പിന്നീട് ഉച്ചയോടെ തിരിച്ചെത്തി വീണ്ടും പേരാൽപ്പഴം ഭക്ഷിക്കും. ഇതിനുശേഷം ആരും അലോസരപ്പെടുത്താനില്ലെങ്കിൽ ഉച്ചമയക്കവും കഴിഞ്ഞ് ഇവിടെ നിന്നും മടങ്ങിപ്പോകൂ. ഇതിനിടയിൽ കാക്ക ഒന്ന് വിരട്ടിയാൽ ഇവ കൂട്ടത്തോടെ പറന്നകലും. പേരാലിന്റെ പഴം തിന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂരിഭാഗവും സമീപത്തെ അരയാലിലാണ് വിശ്രമം തേടുക. പൂർണ്ണമായും സസ്യബുക്കുകളായ ഇവയുടെ ഇഷ്ടഭക്ഷണം അരയാൽ, പേരാൽ എന്നിവയുടെ പഴുത്ത പഴങ്ങളാണ്. കഴുത്തിൽ പച്ച കലർന്ന മഞ്ഞയും നേർത്ത ചാരനിറം പൂണ്ട തലയും അല്പം തവിട്ട് നിറം കലർന്ന ചിറകുകളും കട്ടിയുള്ള കൊക്കുകളും പ്രത്യേകതരം മഞ്ഞ നിറത്തിലുള്ള കാലുകളുമാണ് ഇവയ്ക്കുള്ളത്. 29 മുതൽ 33 സെന്റിമീറ്റർ വരെ നീളമുള്ള ഈ പക്ഷിയുടെ വാലിന് 8 മുതൽ 10 സെന്റിമീറ്റർ നീളവും ശരീരത്തിന് 225 മുതൽ 260 ഗ്രാം തൂക്കവും വരും. മഹാരാഷ്ട്രയിൽ ഹരിയാൽ എന്നറിയപ്പെടുന്ന ഇവ ഇണകളായോ 5 മുതൽ 10 വരെ കൂട്ടമായിട്ടോ എത്തി പരിസരം സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷം മാത്രമേ തീറ്റ തേടുകയുള്ളൂ. നിത്യഹരിത വനങ്ങളിലും ഉയരം കൂടിയ പാതയോര വൃക്ഷങ്ങളിലും കൂട്ടമായി ചേക്കേറുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം ട്രൈറാൻ ഫിനിക്കോപ്റ്ററ എന്നാണ്. കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവയെ സർവ്വസാധാരണമായി കാണാറുള്ളതെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. TCV ന്യൂസ്, അന്തിക്കാട്. പാലിയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ഈ മാസം 16, 17 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 16-ന് വൈകിട്ട് 5:15 നടക്കുന്ന തിരുകർമ്മങ്ങൾക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികനാവും. രാത്രി 10-ന് അമ്പ് വള എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് വർണ്ണമഴയും ഉണ്ടാകും. 17-ന് രാവിലെ 9:30 തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പടി പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ മുഖ്യ കാർമ്മികനാകും. ഉച്ചകഴിഞ്ഞ് 2-ന് സമൂഹ മാമോദിസ, 4-ന് ദിവ്യബലി, തുടർന്ന് ജൂതൻ കുന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിവസങ്ങളിൽ മ്യൂസിയത്തിൽ പ്രത്യേകം ഒരുക്കുന്ന ചരിത്ര പ്രദർശനവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ റെക്ടർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, സഹവികാരി ഫാദർ ജസ്റ്റിൻ കൈതാരത്ത്, ജനറൽ കൺവീനർ ഷാജു ചെറുവത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് BSNL ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മുൻ MLA ബാബു M പാലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി CV ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. VG സുബ്രഹ്മണ്യൻ, VM സുർജിത്ത്, PA രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP നേതാവായിരുന്ന PK വിദ്യാസാഗറിന്റെ 20ാം ബലിദാന ദിനത്തോടനുബന്ധിച്ച് മതിലകത്തെ ബലികുടീരത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, BJP കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു, KP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. TK രമേശ് ബാബു, OA സുകുമാരൻ, KR ജയത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KK അബീദ് അലി, KS കൈസാബ്, പുഷ്പ ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് PK കൃഷ്ണൻകുട്ടി, PR പ്രസാദൻ, അമ്പിളി സോമൻ എന്നിവർ നേതൃത്വം നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റേത് ജനവിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. CPM ചേലക്കര ഏരിയ സെക്രട്ടറി PA ബാബു, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, K നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൊതുകുജന്യ സാംക്രമിക രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി രംഗത്തെത്തി. ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് പ്രചാരണ വാഹനത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെപ്യൂട്ടി DMO ബേബി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NP ഖാദർമോൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട്, പ്രധാനാധ്യാപകൻ PV ലോറൻസ്, PTA പ്രസിഡന്റ് PK രാജൻ, AD തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്ന് ജനകീയ സമരവേദി ഭാരവാഹികൾ കൊടകരയിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയവും സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് കള്ളുഷാപ്പ് അനധികൃതമായി പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ സംഘടിച്ച് ഇതിനെതിരെ രംഗത്ത് വരികയും അധികാരികൾക്ക് നിവേദനം നൽകുകയും ചെയ്തതിനെ തുടർന്ന് ഷാപ്പ് അടച്ചുപൂട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ഷാപ്പ് വീണ്ടും തുറക്കുകയായിരുന്നുവെന്നും ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയോ കെട്ടിട ലൈസൻസോ ഇല്ലാതെയാണ് ഷാപ്പിന്റെ പ്രവർത്തനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഷാപ്പ് അടച്ചുപൂട്ടുന്നതുവരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കും. കള്ളുഷാപ്പിനെതിരെ വകുപ്പ് മന്ത്രി, എക്സൈസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ തുടങ്ങിയ അധികാരികൾക്ക് നിവേദനം നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AR ഡേവിസ്, ജനകീയ സമരവേദി പ്രസിഡന്റ് ലോറൻസ് അരിക്കാട്ട്, കൺവീനർ കൊച്ചുത്രേസ്യ ദേവസി, അഡ്വക്കേറ്റ് പോളി മൂഞ്ഞേലി എന്നിവർ പങ്കെടുത്തു. പറമ്പത്തള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവസുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ഇവ പരിശോധിച്ച് കണ്ടെത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും 8 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നഗരത്തിലെ അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നീക്കം ചെയ്യണമെന്ന ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും പരിശോധിക്കാൻ ധാരണയായത്. നഗരത്തിലെ പ്രധാന ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും മറ്റും നടത്തിയ നിർമ്മാണങ്ങളും അംഗങ്ങൾ കൌൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സാധാരണക്കാരുടെ ഉപജീവന മാർഗമായ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കുന്നതിന് മുൻപ് വലിയ കയ്യേറ്റങ്ങൾ നീക്കാൻ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്ന് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. അനധികൃതമായി പ്രവർത്തിക്കുന്ന പെട്ടിക്കടകളും തട്ടുകടകളും പൊളിച്ചു നീക്കണം. കൌൺസിൽ തീരുമാനം നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂരിൽ BMS-കാരനായ ഓട്ടോ തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പുതുക്കാട് മേഖലയിലെ BMS ഓട്ടോ തൊഴിലാളികൾ പ്രകടനം നടത്തി. പുതുക്കാട് സെന്റർ ചുറ്റി നടന്ന പ്രകടനത്തിന് മേഖലാ സെക്രട്ടറി ഗോപി കള്ളായി, മസ്ദൂർ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PS ശിവകുമാർ, മേഖലാ സെക്രട്ടറി സുരേഷ്, ഹരിദാസ് പാഴായി എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം സംഘവേദിയുടെയും പാരിജാതം കുടുംബശ്രീ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ചെടിനട്ട് ഉദ്ഘാടനം ചെയ്തു. സംഘവേദി പ്രസിഡന്റ് KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഗോപാലകൃഷ്ണ മേനോൻ, ശോഭന രവി, തങ്കമണി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ കയ്പമംഗലം കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 2000 തൈകളാണ് കൃഷി ചെയ്യുന്നത്. CPI എടത്തുരുത്തി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരിജന്റെ വീട്ടിലെ വാഹനങ്ങൾ തല്ലി തകർത്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യോഗം ചേർന്നു. ചാമക്കാല 4 കൂടിയ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CPI കയ്പമംഗലം സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CB അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. TN തിലകൻ, RK ബദറുദ്ദീൻ, സുഭദ്ര ശക്തിധരൻ എന്നിവർ സംസാരിച്ചു. മഴ കനത്തതോടെ കയ്പമംഗലം എടത്തുരുത്തി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. എടത്തുരുത്തി 7-ാം വാർഡിൽ 10ഓളം വീടുകളിൽ വെള്ളം കയറി. സ്വകാര്യ വ്യക്തി കാന മൂടി പൈപ്പിട്ടത് മൂലം വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സം നേരിട്ടതാണ് വെള്ളം കയറാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ വീട്ടുകാരെല്ലാം ദുരിതത്തിലാണ്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയു മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാലിയ, അഷ്റഫ് പാവൂരയിൽ, ആമിനു കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമസഭാ അംഗീകാരത്തോടെ തയ്യാറാക്കിയ പദ്ധതി നിർദ്ദേശങ്ങൾ കരട് പദ്ധതി രേഖയായി അവതരിപ്പിച്ചു. GMLP സ്കൂളിന് സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കൽ, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, 14ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് തുക ഉപയോഗിച്ച് പഞ്ചായത്തിലെ കുടിവെള്ളം എത്തിച്ചേരാത്ത മുഴുവൻ പ്രദേശങ്ങളിലും മിനി കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവയാണ് കരട് പദ്ധതിയിൽ പ്രധാനമായുള്ളത്. എരുമപ്പെട്ടി ഉമിക്കുന്ന് കോളനിയിലെ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ നിലവിലുള്ള ജലസംഭരണി മാറ്റി വലിയ ജലസംഭരണി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മേഖലാ കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോന് നിവേദനം നൽകി.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന വി കേശവൻ ഉമിക്കുന്ന് കോളനിയിലേക്ക് നൽകിയതാണ് ഹൌസ് കണക്ഷനോട് കൂടിയ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിലെ ജലസംഭരണി. കോളനിയിലെ മുഴുവൻ വീടുകളിലേക്കും ആവശ്യമായ ജലം സംഭരിക്കാനുള്ള വലിപ്പം ഈ ജലസംഭരണിക്ക് ഇല്ലെന്നാണ് പരാതി. ഗുണഭോക്താക്കൾക്ക് ആവശ്യാനുസരണം വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിവേദനം നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സംഗമം എന്ന പരിപാടിയിലാണ് നിവേദനം കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം നിഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി കേശവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സലീം, അമ്പലപ്പാട്ട് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കാട്ടൂർ പഞ്ചായത്തിന്റെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 17-ന് നെടുമ്പുരയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് വലിയപറമ്പിൽ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രൊഫസർ KU അരുണൻ MLA നിർവഹിക്കും. അഴീക്കോട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അഖില കേരള വായന മത്സരവും വൈക്കം മുഹമ്മദ് ബഷീർ സ്മൃതിയും സംഘടിപ്പിച്ചു. അഴീക്കോട് സീതി സാഹിബ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. KA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ G ഉഷാകുമാരി, ഷഹന സലാം, AA മുഹമ്മദ് ഇക്ബാൽ, നജ്മൽ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂരിൽ കുടുംബ വഴക്കിനിടെ യുവാവിന് വെട്ടേറ്റു. മേക്കാട്ടുകുളം വീട്ടിൽ ബാബുവിനാണ് വെട്ടേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബാബുവിന്റെ പിതൃ സഹോദരൻ ഷീമോനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടുത്തടുത്ത് താമസിക്കുന്ന ഇവർ തമ്മിൽ ചൊവ്വാഴ്ച രാവിലെ വാക്കുതർക്കമുണ്ടായതായി പറയുന്നു. ഇതിനിടെ ബാബുവിന്റെ കൈക്ക് ഷീമോൻ വെട്ടുകയായിരുന്നു. പരിക്കേറ്റ ബാബുവിനെ കുന്നംകുളം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി MIC അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ KV മൊയ്തൂട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ VK ഷിജോ, ലിൻഡോ വടക്കൻ, PT കിറ്റോ എന്നിവർ സംസാരിച്ചു. അധ്യാപിക ജോയ്സി വർഗീസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട രൂപത പ്രഥമ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിലിന് ബുധനാഴ്ച യാത്രാമൊഴി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച വിവിധയിടങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. നാട്ടികപ്പള്ളത്ത് ബദിരമുഖ യുവതിയെ പീഡിപ്പിച്ച പ്രതിക്കെതിരെ ജനരോഷം. പ്രതി ബിജുവിനെ കൊണ്ടുപോയ വഴിയിൽ വീട്ടമ്മമാർ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിച്ചു. സ്ത്രീകളിൽ ഒരാൾ പ്രതിയെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കരണത്തടിച്ചു. തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിലെ മൂപ്പൻ ശിവനേശിനെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. കരുവന്നൂരിലെ മോട്ടോർ ഷെഡിൽ നിന്ന് 1.5 ലക്ഷം വില വരുന്ന ചെമ്പ് കമ്പി മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. 88 വർഷം പഴക്കമുള്ള കയ്പമംഗലം വെസ്റ്റ് LP സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പ്രതിഷേധവുമായി രക്ഷിതാക്കളും നാട്ടുകാരും രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.